സിനിമയിൽ അഹങ്കാരം ഇല്ലാത്തവരായിട്ട് എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന്. ആരെങ്കിലും ഉണ്ടാവും, അവർ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ ഔട്ടാവുകയും ചെയ്യും, അല്ലെങ്കിൽ അവർ തട്ടിപ്പോവും. നല്ലവരെ മറ്റേ വഴിയില്ലെന്നാണല്ലോ, ദുഷ്ടനെ പന പോലെ വളർത്തുക എന്നുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ. ഇയാൾ കാണിച്ചു മറ്റേ ആസിഫ് അലീൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഇത് കാണിച്ചു, ഒരു ആക്ഷൻ. ആസിഫ് അലീനെ മൈൻഡ് ചെയ്തില്ല. ആസിഫ് അലി ഇങ്ങനെ പുരസ്കാരം കൊടുത്തപ്പോൾ വാങ്ങാതിരുന്നില്ല. വാങ്ങിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ പറയാം, അല്ലല്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് എനിക്ക് വാങ്ങിക്കാൻ താല്പര്യമില്ല, അയാളെ വിളിക്കാമെന്ന് പറയാം. അങ്ങനൊന്നും പറഞ്ഞില്ല, അതിനുള്ള ധൈര്യമൊന്നുമില്ല. പക്ഷേ വാങ്ങിച്ചിട്ട് മറ്റാളിനെ വിളിക്കുകയാണ്. ആ ടെൻഷൻ, ആ ഒരു സമയത്തെ ആ ഒരു ഹീറ്റ് ഓഫ് ദ മൊമെൻറ്റിൽ പുള്ളിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ, പുള്ളി എന്തൊക്കെ ഈ സ്റ്റേജിൽ നമ്മളെന്തെങ്കിലും കാണിക്കുമ്പോൾ അത് എങ്ങനെയൊക്കെ ആയിത്തീരുമെന്നുള്ളതൊന്നും പുള്ളിക്ക് അറിയില്ല. പുള്ളിക്ക് ശരിക്കും പറഞ്ഞാൽ അഭിനയിക്കാൻ അറിയില്ല. അതാണ് സംഭവം. അഭിനയിക്കുന്ന ആൾക്കാരാണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ള സ്റ്റേജുകളിൽ. ആസിഫ് അലി തന്നെ ഈ പരിപാടിയിൽ തന്നെ പോയിട്ട് മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും ഒക്കെ, സിദ്ദിഖ് അപ്പുറത്ത്, പ്രിയദർശൻ, അതായത് എല്ലാവരുടെയും കാല് പോയി പിടിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് സിനിമ ഇൻഡസ്ട്രിയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ, ക്രിയേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഈ റൈറ്റർ, പിന്നെ ഡയറക്ടർക്ക് കുറച്ചൊക്കെ ഉണ്ടാവും, പിന്നെ ഈ മ്യൂസിക് ചെയ്യുന്ന ആൾക്കാർ, ഇവർ ഭയങ്കര അഹങ്കാരികൾ, ധിക്കാരികളൊക്കെയാണ് എന്നാണ് ആൾക്കാർ ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ കുറേയൊക്കെ അവന്മാർക്ക് ഭയങ്കര അഹങ്കാരമാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അഭിനയിക്കാനും അറിയില്ല. ഈ നടന്മാരൊക്കെ അഭിനയിക്കുന്ന പോലെ ഇവർക്ക് അഭിനയിക്കാൻ അറിയില്ല. നമ്മുടെ നടന്മാർ എത്രയോ അഹങ്കാരം പരിപാടികൾ കാണിക്കാറുണ്ട്, അത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഫോൺ വലിച്ചെറിയുക, ഇങ്ങനെ തള്ളി മാറ്റുക. ഇപ്പോൾ സുരേഷ് ഗോപി സാർ, MP സാർ ഒരാളുടെ കയ്യിൽ തട്ടിയല്ലോ. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. കാരണം ഇവർ വേറെ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. ഇവർ ഭയങ്കര സംഭവമാണ്, മറ്റുള്ളവരൊക്കെ വെറും പുഴുവാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇവർക്ക്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പൊട്ടന്മാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇവർക്ക് അഭിനയിക്കാനും അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലത്തെ ഈ സംഗീത സംവിധായകൻ എന്നൊക്കെ പറയുമ്പോൾ ഇയാൾക്കൊന്നും അഭിനയിക്കാൻ അറിയില്ല. അപ്പോൾ ഇതുപോലത്തെ ആൾക്കാർക്ക് ഇതുപോലത്തെ അബദ്ധങ്ങൾ പറ്റാറുണ്ട്. എന്ത് ചെയ്യണമെന്നറിയില്ല. ഏതെങ്കിലും വേദിയിലൊക്കെ ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ കാണിക്കും. പിന്നെ ഇത് വേണമെന്ന് വെച്ച് ചെയ്തതും ആവാം, ഒരു വിവാദം ഉണ്ടാവുമല്ലോ. ഇയാളെ ഒരുപാട് ആൾക്കാർക്കൊന്നും അറിയില്ല. കേരളത്തിലെ ഒരുപാട് ആൾക്കാർക്കൊന്നും ഇയാളെ അറിയില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം കാരണം ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. കാരണം ആസിഫ് അലിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇയാളെ അറിയില്ല. അവരൊക്കെ ഇപ്പോൾ അറിഞ്ഞു. അതാണ് സംഭവിച്ചത്. പ്രശ്നമായി കഴിഞ്ഞപ്പോൾ അതാ വന്നിരുന്ന് തള്ളുന്നുണ്ട് പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ, പുള്ളി തോളിൽ തട്ടി ആസിഫ് അലിയോട് താങ്ക്സ് പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. പക്ഷെ അതൊന്നും അല്ലെന്ന് നമുക്ക് കാണുമ്പോൾ, ആ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി. പുള്ളി പറയുന്ന വേറെ വീഡിയോ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ബപ്പ അടിക്കുക, പിന്നെ ഉരുളുക, തള്ളുക എന്നുള്ള ആ ഒരു ലൈനിലേക്ക് പോയി. പുള്ളി മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് ബുദ്ധിയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. മറ്റേ പ്രശസ്തിക്ക് വേണ്ടി ഞാൻ പറഞ്ഞ പോലെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്തോ ആ സമയത്ത് അങ്ങനെ സംഭവിച്ചു. അത് പുള്ളിക്ക് ഒരു നന്മയായെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളി വന്നിട്ട് സോറിയൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ, എന്ത് തെമ്മാടിത്തരവും കാണിച്ചിട്ട് സോറി പറഞ്ഞാൽ മതിയല്ലോ, പിന്നെ എല്ലാം കഴിഞ്ഞു. സോറി എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പറയുക. ഇങ്ങനെ വന്നു. ആസിഫ് അലി എനിക്ക് ഏറെ ഇഷ്ടമാണ്. അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല. ആസിഫ് അലിയുടെ പുറത്ത് ഞാൻ കൈ തട്ടുകയും ചെയ്തു. ആ വീഡിയോ ഉണ്ട്. മനുഷ്യർക്ക് വലിയ വേദന ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് കേട്ടോ. അങ്ങയിൽ നിന്ന് ആരും പ്രതീക്ഷിക്കുന്ന ഒരു ദൃശ്യങ്ങളല്ല. തെറ്റ് പറ്റി, സോറി, തീർച്ചയായിട്ടും. ഷെയ്ൻ നിഗം ആണെങ്കിലും ഷൈൻ ടോം ജോക്കോ ആണെങ്കിലും, നമ്മുടെ അവൻ്റെ പേരെന്തായിരുന്നു, അടൂർ ബാസിയല്ലല്ലോ, ശ്രീനാഥ് ബാസി ആണെങ്കിലും, അവനൊക്കെ കാണിക്കുന്ന അഹങ്കാരം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വിനായകനാണേലും ലാലേട്ടൻ കാണിച്ചിട്ടുണ്ട്, മമ്മൂക്ക കാണിച്ചിട്ടുണ്ട്, സുരേഷ് ഗോപി സാർ കാണിച്ചിട്ടുണ്ട്. ഇവർക്കൊക്കെ അഭിനയിക്കാൻ അറിയാം. അതുകൊണ്ട് വന്ന് അത് സോൾവ് ചെയ്തു പോകും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആസിഫ് അലിയുടെ അഭിനയം. ആസിഫ് അലി മോശപ്പെട്ടവനാണ്, ആസിഫ് അലി നല്ലവനാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവരൊക്കെ അഭിനയിക്കുന്നതാണ്. ഇത് ക്യാമറ ഉണ്ടെന്നുള്ള, ഇപ്പോൾ അവർക്ക് ശരിക്കും അവരെ ബഹുമാനിക്കണമെങ്കിൽ അവർ പ്രൈവറ്റായിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് കാലിൽ വീണാൽ മതി. ഇതുപോലത്തെ ഒരു വേദിയിൽ ഫ്രണ്ട് റോയിലിരിക്കുമ്പോൾ അവരുടെയൊക്കെ കാല് ഓരോരുത്തരായിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകാമെന്ന് പറയുന്നത് ഭയങ്കര ക്രിഞ്ച് പരിപാടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആൾക്കാർ ഇത് കാണുമ്പോൾ ഭയങ്കര ആസിഫ് അലി ഈസ് എ ഗ്രേറ്റ് മാൻ എന്നും പറയും. ആസിഫ് അലി മോശപ്പെട്ടവനാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പൃഥ്വിരാജ് ആയാലും ആസിഫ് അലി ആയാലും ആരായാലും ഭയങ്കര നന്മമരമാണ്, ഭയങ്കര നല്ലവനാണ് എന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇവരെ പേഴ്സണലായിട്ട് നമുക്കറിയില്ലല്ലോ. പേഴ്സണലായിട്ട് അറിയാമെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പറ്റുള്ളൂ. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ.